പരിശുദ്ധ ദൈവമാതാവിനൊപ്പം ഈ ജപമാല മാസത്തിൽ നമ്മൾ വീണ്ടും ഈശോയെ കൂടുതൽ അറിയുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനും സ്വർഗം നമുക്ക് നൽകിയ ഈ ജപമാല ഭക്തിയോടെ ചൊല്ലി ഈ ജപമാല രാജ്ഞിക്കൊപ്പം വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. നല്ല ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നീലാവിൻ്റെ മേലാപ്പു ചുറ്റി കണ്ണിൽ കാരുണ്യദീപം കൊളുത്തി ഉടലിൽ ദൈവീക പ്രഭ തൂകി നിൽക്കുന്നവൾ ത്രിലോകരാജ്ഞി. നീലാവിൻ്റെ മേലാപ്പു ചുറ്റി കണ്ണിൽ കാരുണ്യദീപം കൊളുത്തി ഉടലിൽ ദൈവീക പ്രഭ തൂകി നിൽക്കുന്നവൾ ത്രിലോകരാജ്ഞി. നാഥേ മരിയേ, നീയാണെന്നുടെ ഹൃദയതാളം. നാഥേ മരിയേ, നീയാണെന്നുടെ ഹൃദയതാളം. നീയാണെന്നുടെ ഹൃദയതാളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ചൊല്ലി ഒരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ഈ ആത്മീയ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പങ്കുചേരുമ്പോൾ ഉത്ഥാനം ചെയ്ത കർത്താവിനെ, മഹത്വത്തിലേക്ക് പ്രവേശിച്ച ദൈവത്തെയാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. മഹത്വത്തിലേക്ക് പ്രവേശിച്ച പരിശുദ്ധ അമ്മയും മഹത്വകീർത്തനായി പീഡാനുഭവത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ഉത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ മഹിമയുടെ രഹസ്യത്തിൽ പ്രത്യേകം ധ്യാനിക്കുക. ബൈബിളിൻ്റെ ചരിത്രത്തിലെടുത്ത് നോക്കുമ്പോഴും ഇതാണ്. ജോബിൻ്റെ ഭാഗം എടുക്കുമ്പോഴാണ് ഒരു വലിയ സഹനങ്ങൾക്ക് ശേഷം ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, ജോബിൻ്റെ എല്ലാ ഐശ്വര്യവും കർത്താവ് മടക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ സഹനങ്ങളുടെ ദുരിതങ്ങളുടെയൊക്കെ അപ്പുറം പിന്നീട് വലിയൊരു പ്രകാശത്തിലേക്ക്, വലിയൊരു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ മഹിമയുടെ രഹസ്യം നമുക്ക് നൽകുന്നത് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുക ഈ മഹിമയുടെ രഹസ്യങ്ങളാണ്. സങ്കീർത്തന പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയുകയില്ല. അപ്പോൾ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, അതെത്രയായാലും അത് തികയില്ല. അപ്പം ജ്ഞാനി പോലും മരിക്കുന്നെന്നും മണ്ടനും മുദ്ധ്യും അന്ധബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും
തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. എന്ന് പറഞ്ഞാൽ ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി. അപ്പോൾ ഒരു മരണത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച്, സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് എല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട 5 രഹസ്യങ്ങളാണ് ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. കാരണം സഹനം ഒരു വ്യക്തിയെ തമ്പുരാനോട് ചേരാനായിട്ട് സഹായിക്കും. അതിനുശേഷമുണ്ടാകുന്ന നിത്യജീവനെക്കുറിച്ച് അത് വ്യക്തമായിട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്. 13-ന്റെ അവസാനത്തിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പോൾ ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ 1-ാമത്തെ ദിവ്യരഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഓർക്കുക, ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിച്ച് ക്രിസ്തുമുഖത്തെ തിരിച്ചറിയാൻ പോകുമ്പോൾ അത് ഉത്ഥാനത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ വലിയൊരു പ്രത്യാശ നൽകുന്ന രഹസ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. അതിപ്പോൾ ഈ ലോക ജീവിതത്തിൽ തന്നെ അത് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ട്. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണെന്ന് പറയുമ്പോൾ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർ, മൂല്യമുള്ളതിനെ കൃപ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, വലിയ വില കൊടുത്ത് അതിനെ നേടിയെടുക്കുന്നത്. അപ്പോൾ ഈശോ ജനിക്കുന്നതാണ് സ്വന്തം ജീവൻ ബലിയായി കൊടുക്കുന്നു. ജീവൻ്റെ വിടുതൽ വില പിതാവായ ദൈവം പുത്രനോട് ആവശ്യപ്പെടുന്നത് അവൻ്റെ സ്വന്തം ജീവൻ തന്നെ ബലി അർപ്പിക്കുക, രക്തം ചിന്തി പാപമോചനം സ്വീകരിക്കുക. അപ്പം അതിൻ്റെ അവിടെ കൊണ്ട് തീരുന്നില്ല. പീഡാനുഭവത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മാർപ്പാപ്പ പറയുന്നതാണ്. മാർപ്പാപ്പ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയാണ്. ജോൺ പോൾ പാപ്പ പറയാണ്, വിശുദ്ധനായ മാർപ്പാപ്പ പറയാണ്, പീഡാനുഭവത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മഹത്വത്തിൻ്റെ പ്രകാശപൂരിതമായ ഉത്ഥാനത്തിലേക്ക് ക്രൈസ്തവൻ കടന്നു വരുന്ന ദിവ്യരഹസ്യങ്ങളാണ് മഹിമയുടെ ദിവ്യരഹസ്യങ്ങളെന്ന്. നമുക്കതിൻ്റെ ഓരോ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ 20-ാമത്തെ വചനം പറയാണ്, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. അപ്പോൾ മരണത്തോടെ കൂടി തീരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന്, ഒരു നിത്യജീവൻ നമുക്കുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തിൽ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നിത്യതയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഉയർത്തേ മതിയാവും. അത് നിത്യജീവനെക്കുറിച്ചുള്ള മനോഹരമായ പഠനങ്ങൾ നൽകുന്ന. അപ്പം അതായത് നമ്മളിന്ന് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ തൊട്ട് തുടങ്ങുമ്പോൾ ഈശോയുടെ ജനന വാർത്ത മുതൽ ഈശോയുടെ മരണവും മരണത്തും കൊണ്ട് അവസാനിക്കാത്ത ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസ സത്യങ്ങൾ, ഈശോയുടെ ഉത്ഥാനം. അപ്പം അത് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ സഹനത്തിനപ്പുറം നമ്മൾ പറഞ്ഞില്ലേ, ഇല പൊഴിയുന്ന മനോഹരമായ ബേബി ജോൺ കലന്താനി ബ്രദറിൻ്റെ പാട്ടാണ്. ഇല പൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന ഒരു കാലമുണ്ട്. കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനപ്പുറം പുഞ്ചിരി തൂകുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ ചില കാര്യങ്ങൾ, ചില വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. അത് മനുഷ്യജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകേണ്ട ചില കാര്യങ്ങളാണിത്. നമ്മൾ ജീവിതത്തിൽ ഈ സഹനങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള പരസ്യ ജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, ഇത് മനുഷ്യജീവിതത്തിന് തന്നെ ക്രിസ്തു രഹസ്യമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെയും കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ കാണുക. ഒരു ക്രിസ്തു ശിഷ്യൻ, മേരി മഗ്ദലന, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, ഇവരെല്ലാം ഈ ഉത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈശോ ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരതിലൂടെ എല്ലാം ആനന്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷവും ഒരു ആനന്ദത്തിൻ്റെ തന്നെ രഹസ്യങ്ങളാണ് ധ്യാനിക്കുന്നതെങ്കിൽ, മഹിമയിലേക്ക് വരുമ്പോൾ അത് നിത്യമായ ആനന്ദം, നിത്യാനന്ദം, നിത്യജീവൻ, അതിൻ്റെ ആനന്ദമാണ്. അത് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആനന്ദത്തിൻ്റെ വഴികളാണെങ്കിൽ, അത് നിത്യജീവനിലേക്കുള്ള ഒരുക്കമാണ് മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ പ്രധാനമായിട്ട്. എന്ന് പറഞ്ഞാൽ യുഗാന്ത്യപരമായ ഒരു ലക്ഷ്യം ഈ പ്രാർത്ഥന ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ട്. നമുക്ക് സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവാണ് ഈ 2-ാം വരവിനായിട്ട് ഒരുക്കുന്നത്.
അതുകൊണ്ടാണ് വീണ്ടും അമ്മയെ സ്വർഗാരൂപതയായി നമ്മൾ കാണുന്നത്. സ്വർഗത്തിലേക്ക് എടുക്കുന്ന സഹിയോൻ മാളിക ഭവനത്തിൽ നിന്ന് അമ്മ സ്വർഗാരൂപതയാകുന്നത്, പരിശുദ്ധ അമ്മ എടുക്കപ്പെടുന്നത്. അതായത് ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. അപ്പം അമ്മ ജീവനോടുകൂടി അമ്മ ഉടലോടെ സ്വർഗത്തിലോട് എടുക്കപ്പെടുന്നു. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയ ഒരു സ്നേഹം ഈ നിത്യജീവനിലേക്ക് ഒരുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിലുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ, അതിനുശേഷമാണ് അമ്മ സ്വർഗത്തിൽ കിരീടം ധരിക്കുന്നു. സകല വിശുദ്ധരുടെയും മാലാഹമാരുടെയും രാജ്ഞിയായി അവൾ അവരോധിക്കപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ രാജ്ഞിയായി അവൾ മാറുകയാണ്. മാലാഹമാരുടെ, ഭൂമിയിലെ മക്കളുടെ രാജ്ഞിയായി പരിശുദ്ധ അമ്മ മാറുകയാണ്. അപ്പോൾ ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ എല്ലാം ധ്യാനാത്മകമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ഈശോയെ കൂടുതൽ, കാരണം നിത്യജീവനെക്കുറിച്ച് കൂടുതൽ, നമ്മളുടെ യുഗാന്ത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നെല്ലാം തിരിച്ചറിയാൻ നമുക്ക് പറ്റും. ഇതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്, മഹിമയിലേക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അനാഥരായി വിടുകയല്ല. ഒരു കുടുംബം എന്നതുപോലെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോടൊപ്പം ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ നൽകിയാണ് മഹിമയുടെ മൂന്നാം രഹസ്യത്തിൽ നമ്മൾ കാണുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. സഭയെ സ്വീകരിക്കുന്നു, ശിഷ്യന്മാർ സ്വീകരിക്കുന്നു, ആദിമ ക്രൈസ്തവ സമൂഹം സ്വീകരിക്കുന്നു. അന്നു മുതൽ ഇന്നു വരെ സഭയിൽ പ്രവർത്തനനിരതമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് പുത്രൻ്റെ വരവോടുകൂടി രക്ഷാകര രഹസ്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ആ രക്ഷാകര രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുന്നു. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. രക്ഷകൻ മനുഷ്യനായി അവതരിക്കുന്നു. അതിനുശേഷം ഈ സഭയെ വീണ്ടും പടുത്തുയർത്താൻ വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം, ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ ആൾ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ. ഈ മൂന്നാമത്തെ രഹസ്യം നമ്മളോട് പറയുന്നത് എന്താണ്? ഒരുമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ട്. ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ട്. അപ്പോൾ ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് നൽകുന്ന എന്താണ്? തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ, നിത്യജീവന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്. രണ്ടാമത്തെ ഒരു വരവിന് വേണ്ടി സഭ ഒരുങ്ങണം. രണ്ടാമത്തെ വരവിന് ഒരുക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അതായത് ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ, അതുകൊണ്ടാണ് നിങ്ങൾ ലൗകികമായ എല്ലാം ഉപേക്ഷിക്കണം, ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ ഉപേക്ഷിക്കണം, മറ്റൊരു ജീവിതം നിങ്ങൾക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്, വെളിപാടിൻ്റെ യോഹന്നാൻ തനിക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് പറയുകയാണ്, ഇത് അവസാന വിധിയുടെ വെണ്മയേറിയ വലിയൊരു സിംഹാസനവും അതിലിരിക്കുന്നവനെയും കാണുന്നു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും എല്ലാം ഓടിയകലുന്നു. മരിച്ചവരെല്ലാം, വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടുന്നതും വിധിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ആകാശവും പുതിയൊരു ഭൂമിയും ഉണ്ടാകുന്നു. ഒരു രണ്ടാം വരവിന് വേണ്ടി സഭയെ ഒരുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം. നമുക്കും ഈ പ്രത്യാശയോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവ്യരഹസ്യങ്ങളിൽ പ്രത്യേകമായിട്ട്, കർത്താവേ, ഞങ്ങളെയും യുഗാന്ത്യ സഭയിലായിരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ ഓർക്കാം. കാരണം ജെറുസലേം തിരുക്കല്ലറയിൽ ആരംഭിക്കുന്ന ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ, ഒലിവുമലയിൽ സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തുവിനെ ശിഷ്യന്മാർ കാണുകയാണ്. പെന്തക്കുസ്തായിൽ സഹിയോൻ മാളിക മുറിയിൽ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ഈ അമ്മ മനുഷ്യമക്കളുടെ എല്ലാം, വിശ്വാസികളുടെ ഏക പ്രതീക്ഷയായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ മാതൃകയായി തീർന്ന പരിശുദ്ധ അമ്മ സ്വർഗാരൂപതയാകുന്നു. ഈ അമ്മ സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുകയാണ്. ഇതാ പറഞ്ഞത്, ഒളിമങ്ങാത്തൊരു കിരീടം ഞാൻ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അതായത് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതാണ് തൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധർക്കെല്ലാം അവിടുന്ന് ഒളിമങ്ങാത്ത ഒരു മഹത്വത്തിൻ്റെ കിരീടം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വിഷയങ്ങളാണ് ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുക. വീടുകളിലൊക്കെ ആയിരുന്നു ജപമാല ചൊല്ലുമ്പോൾ ക്രിസ്തുവിലേക്ക്, പിന്നീട് ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച്, എന്താണ് സ്വർഗീയ സൗഭാഗ്യത്തിൽ എന്തരകാരമുള്ള മഹത്വമാണ് ഒരു വ്യക്തി സ്വീകരിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ ഈ മഹിമയുടെ രഹസ്യത്തിൽ കാണുന്നു.
നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ 4 രഹസ്യങ്ങളിലൂടെ നമ്മുടെ ഈ ദിവസങ്ങളെല്ലാം യാത്ര ചെയ്യുകയായിരുന്നു. ഇന്ന് മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം ഒരു സ്വർഗീയ സൗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിത്യജീവനെ ആസ്വദിക്കാൻ കൃപ തരണമേ, അതിനായി ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ, സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ, സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രത്യേകം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെ ഉള്ളിലും ഒരു പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ, സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവർത്തിച്ചു പാടാം. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രീ ആരാധന 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 ആരാധന, ശ്രീ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിൽ കാണപ്പെടുന്ന ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെടുമ്പോൾ അവിടെ കാണുന്ന ഒരു വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പഴയ നിയമ ജനത കൊണ്ടു നടന്ന നഷ്ടപ്പെട്ട വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാറായി. മിന്നൽ പിണറുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ 19-ാമത്തെ വാക്യത്തിലാണ് നമ്മളിത് കാണുക. അതിനെ തുടർന്നാണ് പറഞ്ഞത് സ്വർഗത്തിൽ ഒരടയാളം കാണപ്പെട്ടു, അത് സൂര്യനെ ഉടയാടയാക്കിയ എന്ന് പറഞ്ഞാൽ അമ്മ സ്വർഗാരൂപതയായി സ്വർഗത്തിൽ കിരീടം 12 നക്ഷത്രങ്ങളുടെ കിരീടം ധരിക്കപ്പെട്ട അമ്മയെ നമ്മൾ കാണുന്നു. ഇപ്പോൾ
ഈ ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ അത് മറിയത്തെ ധ്യാന വിഷയമാക്കുന്ന പറയുമ്പോൾ ഈ അമ്മയുടെ സാന്നിധ്യം എല്ലാ ദിവ്യരഹസ്യങ്ങളിലൂടെയുണ്ട്. അമ്മ മാതാവാണ് ശരിക്കും നമ്മളെ, അതുകൊണ്ടാണ് അമ്മയോടൊപ്പം നമുക്ക് എളുപ്പമാണ് സ്വർഗത്തിൽ യാക്കോബിൻ്റെ ഗോവണി എന്ന് വിശേഷിപ്പിക്കുന്നത്. യാക്കോബ് കാണുന്ന ദർശനം ഇതല്ലേ, സ്വർഗത്തിൽ നിന്ന് അനേകർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, താഴേക്ക് കയറുന്നു. അപ്പോൾ യാക്കോബിൻ്റെ ഗോവണി എന്നുകൂടിയാണ് പരിശുദ്ധ മറിയത്തെ സഭ വിശേഷിപ്പിക്കുന്നത്. എൻ്റെ അമ്മയോടുള്ള ഈ പ്രാർത്ഥന, നമ്മൾ ഈ ജപമാല മുഴുവൻ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമ്പൂർണ്ണ ജപമാല, സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളും പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളും ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളും മഹിമയുടെ ദിവ്യരഹസ്യങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ 4 രഹസ്യങ്ങളാണ് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഇന്നുകൂടി പൂർത്തിയാകുന്നത്. അപ്പം അതിൽ പ്രത്യേകമായിട്ട് അമ്മ വഴിയായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ പാടി പ്രാർത്ഥിച്ചോലെ രണ്ടാം വരവിന് വേണ്ടി. അപ്പോൾ മരിക്കുന്ന ഓരോ ആത്മാവിനെയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുന്നു. ആദ്യ ശനിയാഴ്ചകളിൽ നമ്മുടെ വിശ്വാസ ഒരു പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി വന്ന് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അമ്മയാണ് പാപികളുടെ സങ്കേതം, മരിക്കുന്നവരുടെ ആശ്വാസമാണ്, പീഡിതരുടെ ആശ്വാസമായ പരിശുദ്ധ അമ്മ മാതാവ്. ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു വ്യക്തിയെ നിത്യജീവനിലേക്കുള്ള വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. നല്ല മരണം കിട്ടാൻ വേണ്ടി, പ്രത്യേകിച്ചും രോഗാവസ്ഥയിൽ കിടക്കിയിരിക്കുന്നവർ, മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, അല്ലെങ്കിൽ ഒരു നിത്യജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലി കാഴ്ച വെക്കണം. കാരണം നിരീശ്വരവാദികൾ ആയിരിക്കുന്നവർ, ദൈവമില്ല, കാരണം ഈ ലോക ജീവിതം മാത്രമാണ് സത്യമുള്ളൂ, ഈ ലോകത്തിലെ സന്തോഷങ്ങളും ഈ ലോകത്തിലെ ആനന്ദങ്ങളും മാത്രമേ ഉള്ളെന്ന് കരുതിയിരിക്കുന്നവർക്ക് വേണ്ടി ഈ രഹസ്യങ്ങൾ ചൊല്ലണം. കാരണം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, പ്രാർത്ഥനയില്ലാത്തവർ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ തിന്മ കൂടിക്കഴിയുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് മാത്രമാണ് ആളുകളുടെ ഇടയിലുള്ള വ്യക്തിഗതകളും ചിന്തകളും എല്ലാം മാറിയത്. അത് കുറച്ചും കൂടെ ഗൗരവത്തോടെ നമുക്ക് ഈശോയിലേക്കുള്ള ഒരു സ്നേഹത്തിന് വേണം. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ മാറാനായിട്ട്, നിത്യതയെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട്, അതായത് ജഡമോഹങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ പറയുന്ന ഈ ജഡിക താല്പര്യങ്ങളിൽ നിന്ന്, തിന്മയുടെ പ്രവൃത്തികളിൽ നിന്ന് ആളുകൾ മാറി നിത്യതയെ സ്വപ്നം കാണണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു അപകടം നമ്മുടെ മുമ്പിലുള്ളത്, നമ്മൾ ഈ ലോകത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഒന്നും പ്രധാനപ്പെട്ടതായി ആരും കണക്കാക്കില്ല. യേശുക്രിസ്തുവിനുള്ളവർ, പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയാണ്, യേശുക്രിസ്തുവിനുള്ളവർ ഈ ജഡത്തെയോ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിക്കണം. ഇങ്ങനെ ക്രൂശിച്ചാൽ മാത്രമേ കർത്താവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയുള്ളൂ. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞവർ മരിച്ചവർ മഹിമയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന സമയം. അടക്കപ്പെടുന്ന ഒരു നശ്വരമായതാണ്, പക്ഷേ വിതയ്ക്കപ്പെടുന്നത് നശ്വരമായത്, പക്ഷേ അത് ഉയർത്തെഴുന്നേൽക്കുന്നതോ അനശ്വരമായത്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഈ ജഡമോഹങ്ങളെ ക്രൂശിക്കണം. ഈ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എന്താണ്, നമ്മുടെ സഹനങ്ങളെല്ലാം വിശുദ്ധീകരിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് ചില ദർശനങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഫൗസ്റ്റീനോട് ചോദിക്കുന്നു, മകളെ, ഒരു ശുദ്ധീകരണ സ്ഥലമാണോ നിനക്ക് ആവശ്യം, അതോ ഈ ഭൂമിയിൽ നീ കുറച്ച് നാളുകൂടി കൂടി സഹിച്ച ശേഷം നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നേരിട്ട് വരുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? കാരണം ശുദ്ധീകരണ സ്ഥലം ഏറെ നാളുകൾ നീണ്ടതാണ്. ചെറിയ കാര്യത്തിന് പോലും വലിയ നാളുകൾ നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഫൗസ്റ്റീന കർത്താവിനോട്, അത് നിൻ്റെ ഹിതം, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ സഹനങ്ങൾക്ക് ശേഷം മരണത്തോടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹിമയുടെ ദിവ്യരഹസ്യം നമ്മളോട് പറയുകയാണ്, നമ്മൾ ആത്മാവിലാണെങ്കിൽ ജീവിക്കുന്നെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കണം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ, നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതെ ആത്മാവിൻ്റെ ഫലങ്ങളനുസരിച്ച് ജീവിക്കുന്നവരായി തീരണം. എങ്കിലാണ് ഈ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. ജഡമോഹങ്ങളെ ക്രൂശിക്കണം. അപ്പോൾ ഈ കുരിശിൽ ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ചില തിരിച്ചടികൾ നമ്മൾ എന്തിനാണ് ഈശോയിലേക്ക് എത്തിക്കാനുള്ളതാണ്, ഒരു മഹിമയാർന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. പരിശുദ്ധ അമ്മയോട്, സ്വർഗാരൂപതിയായ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വാതിലെ എന്നുള്ള ഈ സുഹൃത ജപം നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ഈ ലോക ജീവിതം മാത്രം സ്വപ്നം കാണുന്ന മക്കൾക്ക് വേണ്ടി ഒരു സൽക്രിയ പോലെ മഹിമയിലെ നമുക്ക് 5-ാമത്തെ ദിവ്യരഹസ്യം, മാതാവിൻ്റെ സ്വർഗ കിരീടം ധരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കിരീടധാരണത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഈ ലോകം ജീവിതം മാത്രമാണ് സുഖഭോഗങ്ങളിൽ, ജഡമോഹങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥേ മരിയേ, നീയാണെന്നുടെ ഹൃദയതാളം. നാഥേ മരിയേ, നീയാണെന്നുടെ ഹൃദയതാളം. നീയാണെന്നുടെ ഹൃദയതാളം. ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വഴികൾ അവിടുന്ന് കാണിച്ചു തരണമേ. പരിശുദ്ധ അമ്മയെ ചേർന്ന് ധ്യാനിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വർഗത്തിൻ്റെ വാതിലെ എന്ന പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് സുഹൃതജപം പോലെ ചൊല്ലി നമുക്ക് ഈശോയെ ആരാധിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ശാലോമിൻ്റെ ശുശ്രൂഷകളെ നമുക്ക് ദിവ്യാന സ്നേഹത്തിലേക്ക് സമർപ്പിക്കാം. ഈ ജപമാല രാജ്ഞിക്കൊപ്പം എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഈ ശാലോമിലേക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി അറിയിക്കുന്നവർ, വ്യക്തിപരമായി ഇതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വിവിധ സഹായ സഹകരണങ്ങൾ നൽകുന്നവരെ എല്ലാവരെയും മഹിമയുടെ കിരീടമണിയിക്കണമേ. ഒളിമങ്ങാത്ത കിരീടം അവിടുന്ന് അവർക്കായി സജ്ജമാക്കിയിരിക്കുന്ന ആ കിരീടം നൽകി അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളും പ്രവേശിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങേ ആരാധിക്കുന്നവരുടെ ഒരു വലിയ സമൂഹം രൂപപ്പെടട്ടെ. അവിടുത്തെ സ്നേഹിക്കുന്നവരുടെ വലിയ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മരിയ സൈന്യത്തെ അവിടുന്ന് ഒരുക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കാൻ കൃപ തോന്നുന്ന അനേകരെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ അങ്ങ് ഉയർത്തണമേ. സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരങ്ങൾ ഉയർത്തി മഹിമയണിഞ്ഞ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും കാത്തോലികവുമായ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയുടെ മുറിവുകൾ സ്വന്തം മുറിവുകളായി ഏറ്റെടുക്കാൻ അനേകരെ ഈ കാലഘട്ടങ്ങളിൽ അമ്മ മാതാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ നിത്യ സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ, എല്ലാം മറന്ന് കുടുംബങ്ങളിലായിരിക്കുന്നവർ, രോഗക്കിടക്കയിലായിരിക്കുന്നവർ, വലിയ ദുരിതങ്ങളിലായിരിക്കുന്നവർ, ഇപ്പോൾ യാത്രയിലായിരിക്കുന്നവർ, പല സഭകളിലും സന്യാസ ഭവനങ്ങളിലുമായിരുന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, കർത്താവെ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരെല്ലാം ആരാധിക്കുവാനുള്ള, ഈശോയെ ആരാധിക്കാനുള്ള വലിയ കൃപ നൽകി അവരുടെ ജീവിതങ്ങൾ പുതിയ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരട്ടെ. അവിടുത്തെ ആരാധിക്കുന്നവർക്കെല്ലാം പുത്തൻ കൃപകൾ അവിടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധിക്കാം ആത്മാവിൽ ഞാൻ അണയുന്നു പ്രിയനേശുവേ. ആരാധിക്കാം ആത്മാവിൽ ഞാൻ അണയുന്നു പ്രിയനേശുവേ. കനലാളുന്ന നേരം, കരൾ വാടുന്ന നേരം,
കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. കനലാളുന്ന നേരം, കരൾ വാടുന്ന നേരം, കനിവോടെത്തും മഞ്ഞു തുള്ളി ദൈവം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. ഈശോ ദിവ്യകാരുണ്യം, ഈശോ ദിവ്യകാരുണ്യം, നാം ഇതുവരെ തേടിയലഞ്ഞ കാരുണ്യം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പൂകിടാം. അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പൂകിടാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഓ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ സൗഹൃദത്തിൻ്റെ കൃപ അനുഭവിക്കാൻ, അവിടുത്തെ സ്നേഹത്തിൽ ഒന്നായി തീരാനാണല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഏറെ സന്തോഷം അനുഭവിച്ചു. പുത്രനായ ഈശോയുടെ ശിശുസഹജമായ നിഷ്കളങ്കതയും അവൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും അമ്മയ്ക്ക് ഒരുപാട് ധൈര്യവും ആശ്വാസവുമായിരുന്നു. ശിമയോൻ പ്രവചിച്ച എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു കയറും എന്ന് ആ പ്രവചനം അമ്മ കുരിശിൻ ചുവട്ടിലും കാൽവരി മലയിലേക്കുള്ള യാത്രയിലും ഈശോയെ നഷ്ടപ്പെട്ടപ്പോഴും എല്ലാം അമ്മയുടെ ഹൃദയം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടപ്പോഴും അമ്മയ്ക്ക് ധൈര്യം കൊടുത്തത് അവിടുത്തെ സാന്നിധ്യമായിരുന്നു. ഉത്ഥാനം പീഡാസഹനത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ഉത്ഥാനത്തിൻ്റെ വലിയ പ്രകാശത്തിലേക്ക് മാറിയപ്പോഴും അമ്മയും ശിഷ്യരും മഗ്ദലന മറിയവും ഒക്കെ ആനന്ദിച്ചു. മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ മുഴുവൻ ഞങ്ങൾ ധ്യാനിക്കുന്നത് അടച്ചിട്ട കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകുകയാണ്. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് സ്വർഗം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ആരെല്ലാം പിരിഞ്ഞു പോയിട്ടും ആ കല്ലറയുടെ തന്നിൽ അതിനഭിമുഖമായിരുന്ന മഗ്ദലന മറിയവും കൂടെയുണ്ടായിരുന്ന മറിയവുമൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. ഈശോയെ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തും നിന്നിലേക്ക് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ നിന്നിൽ ഉറപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഉത്തിതൻ്റെ ആ രൂപം കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഈശോയെ, ആ കുരിശിൻ ചോട്ടിൽ നിന്ന യോഹന്നാനും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത കേട്ടപ്പോൾ ഓടിയെത്തിയ പത്രോസും പിന്നീട് ഉത്ഥിതനായ നിന്നെ കണ്ട ആനന്ദത്തിൽ മതിമറന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാരും എല്ലാം ഞങ്ങൾക്ക് മാതൃകകളാണ്. ഞങ്ങളുടെ ഈ സഹനങ്ങൾക്കൊക്കെ അപ്പുറം ഒരു വലിയ സന്തോഷമുണ്ടെന്നുള്ളത്. ഈ അമ്മയോട് ചേർന്നിരുന്നാൽ
ഞങ്ങൾ ആത്മാവിൽ നിറയുമെന്നുള്ളത്. ഈ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളത്. മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിച്ചാൽ സദാസമയവും ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം ഏക മനസ്സോടെ ആയിരുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് രാപ്പകൽ അവർ സ്തുതിച്ചുകൊണ്ട് കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞു. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സഹനങ്ങൾക്കൊക്കെ അപ്പുറം ഒരു ഉയർപ്പുണ്ട്. ഈ ദുഃഖങ്ങൾക്കൊക്കെ അപ്പുറം, കവിളിലൂടെ ഒഴുകിയ ഈ കണ്ണുനീരിനപ്പുറം പുഞ്ചിരിക്കുന്ന ഒരു മുഖം നൽകാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന്. ഇന്നലകളിൽ വരെയുണ്ടായിരുന്ന ഈ സഹനങ്ങൾ ഞങ്ങളെ പ്രത്യാശയുടെ തീരത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈശോയെ, തമ്പുരാനെ, ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ഈ പ്രത്യാശയുടെ തീരത്തേക്ക് എത്താൻ ഒരു കൃപ നിറയാൻ വേണ്ടി സമയം പ്രാർത്ഥിക്കാം. വലിയൊരു അഭിഷേകത്തിൻ്റെ അഗ്നി നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അമലോത്ഭവ മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ കൃപയെ ഒഴുകുന്ന നിമിഷങ്ങളിൽ അനേകരിലേക്ക് ഈ പ്രത്യാശയുടെ കൃപ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ കർത്താവിൻ്റെ പക്കലേക്ക് എത്തുവാനുള്ള വലിയൊരു അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈശോയിലേക്ക് മടങ്ങി വരുവാനുള്ള കൃപ, എല്ലാ തരത്തിലുള്ള പീഡാസഹനങ്ങൾക്കപ്പുറം ഒരു ഉത്ഥാനമുണ്ടെന്നുള്ള പ്രതീക്ഷ ഈ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണമേ. കർത്താവേ, ഈ സമയത്ത് പ്രത്യാശ എന്ന വലിയൊരു പുണ്യം, ശരണപ്പെടുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ഒരു പ്രത്യാശയുടെ വലിയ ശരണം പ്രാപിക്കുന്നവർ ആരും നിരാശരാവുകയില്ലെന്നുള്ള വലിയൊരു ബോധ്യം ഈ സമയം നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ കൂടെ കൂടെ ഞങ്ങളിതാ പ്രഘോഷിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർ, അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്ന് ഞങ്ങളിതാ പ്രഘോഷിക്കുകയാണ്. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർ ജപമാല കരങ്ങളിലെടുത്ത് സമ്പൂർണ്ണ ജപമാല ചൊല്ലി സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രഹസ്യങ്ങൾ കടന്ന മഹിമയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മഹിമയുടെ രഹസ്യത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ ഈ അടയ്ക്കപ്പെട്ട കല്ലറകൾ ഇതാ തുറക്കപ്പെടുന്നതും പ്രത്യാശയുടെ തീരത്തേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകുന്നതും ഞങ്ങളിതാ ഉറപ്പിക്കുന്നു. അനേകം കുടുംബങ്ങളിലേക്ക്, മാതാപിതാക്കളുടെ പ്രാർത്ഥനകളിലേക്ക് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ വീശട്ടെ. കർത്താവെ, അടഞ്ഞുപോയ ഹൃദയങ്ങൾ തുറക്കട്ടെ. മരവിച്ച മനസ്സുകൾ വലിയ കൃപയിലേക്ക് മാറട്ടെ. കർത്താവെ, ഈ സമയത്ത് അനേകർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രത്യാശ നിറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലിയ കൃപ നിറയണമേ, അവിടുത്തെ വലിയ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയ ആരാധന, 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 ആരാധന. സ്വയ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഈശോയുടെ പക്കല് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ
എൻ്റെ ദൈവം ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ഒരു പരിഹാരം എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു സ്ഥാനത്തിൻ്റെ ആനന്ദം എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യനാഥനിൽ വിശ്വസിക്കുക. അവൻ്റെ അമ്മയായ അമലോത്ഭവ മറിയത്തിൽ നീ വിശ്വാസമർപ്പിക്കുക. ഈ അമ്മ നിന്നെ പ്രത്യാശയുടെ തീരത്തേക്ക് എത്തിക്കും. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. പാടാം. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയ. സ്വരമുയർത്തി മനമുയർത്തി സന്തോഷത്തോടെ പാടട്ടെ. ഉത്ഥാനത്തിന്റെ ആനന്ദം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂ ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്ക് എതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്ക് എതിരായിടും. കർത്താവ് എല്ലാ കൃപകളും നൽകാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം ഒരുപാട് നന്മകൾ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ എല്ലാ കൃപകളുടെയും അമലോത്ഭവ മധ്യസ്ഥയായിട്ടാണ് പരിശുദ്ധ അമ്മയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ജപമാല രാജ്ഞിക്കൊപ്പം നമ്മളിങ്ങനെ ആത്മീയ യാത്ര നടത്തുമ്പോൾ കഴിഞ്ഞ 19 ഇന്ന് 20 ദിവസങ്ങൾ നമ്മളിങ്ങനെ ഒരു ആത്മീയ യാത്രയിലായിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും അവളിലൂടെ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ സ്വർഗാരൂപതിയായി മാറുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയ ഉടനെ അവൾ ആ മഹത്വത്തിൻ്റെ കിരീടം 12 നക്ഷത്രങ്ങളുള്ള 12 ഗോത്രങ്ങളെ ഭരിക്കുന്ന, തൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്ന 24 ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീയെ, തൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട മകളെ, പുത്രൻ്റെ പ്രിയ മാതാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയെ സ്വർലോക രാജ്ഞിയായി മുടിചൂടിക്കുന്നത് ഈ അമ്മ വഴി എല്ലാ കൃപകളും നൽകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ അമ്മയുടെ മധ്യസ്ഥതയെ നീ മുറുകെ പിടിക്കണം. ഈ മഹത്വത്തിൻ്റെ മഹിമയുടെ ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ടു അമ്മയുടെ പ്രത്യേക സാന്നിധ്യം. ഉത്ഥിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ
സ്വീകരിക്കുന്നതുവരെ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ വസിക്കുവിൻ, ഇവളോട് കൂടെ വസിക്കുവിൻ, പരിശുദ്ധ അമ്മയോടൊപ്പം വസിക്കുവിൻ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷ ജീവിതങ്ങളിൽ ഒരു ശക്തി സ്വീകരിക്കാൻ, ഒരു ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ ഈ അമ്മയോടൊപ്പം വസിക്കുക. കർത്താവ് കാണിച്ചു തരുന്ന പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക. നീ അമ്മയോടൊപ്പം, അമ്മയുടെ മാധ്യസ്ഥം തേടിപ്പെടുമ്പോൾ അവളുടെ മേലങ്കിക്കുള്ളിൽ സംരക്ഷണ കവചം പോലെ അവൾ തൻ്റെ മേലങ്കിക്കുള്ളിൽ നിന്നെ പൊതിയും. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളെക്കുറിച്ചും ഈ അമ്മ ബദ്ധശ്രദ്ധയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ അമ്മയോടൊപ്പം ആത്മീയ യാത്ര എളുപ്പമാണെന്ന് പറഞ്ഞത്. ഈ ജപമാലയുടെ കൊന്ത നമസ്കാരം പരിശുദ്ധ പിതാവ് ശുദ്ധനായ ജോൺ പോൾ പാപ്പ പറയുന്നത്, ഇത് ആരംഭിക്കുന്നത് അമ്മയ്ക്ക് ലഭിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിവാദനത്തോടെയാണ്. ഇത് അവസാനിക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീക്ക് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ കിരീടം അണിയാൻ പറ്റും എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ്. ദൈവ ഇഷ്ടത്തിന് സമ്മതം മൂളിയവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മാറും. ദൈവഹിതത്തിന് സമ്മതം മൂളുന്ന ഒരു വ്യക്തി, അവനെത്ര ചെറിയവനാണെങ്കിലും, അവനെത്ര എളിയവനാണെങ്കിലും, ഏതെല്ലാം രീതിയിൽ ഈ ഭൂമിയിൽ അധപതിക്കപ്പെട്ട ജീവിതമാണെങ്കിലും, എന്ന് ദൈവഹിതത്തിന് സമ്മതം മൂളുമ്പോൾ അവൻ സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം ധരിക്കും. കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളെയും കുറിച്ചും ഈ അമ്മ ബദ്ധശ്രദ്ധയാണ്. ഈ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ പൊതിയപ്പെടാൻ നീ ആഗ്രഹിക്കുക. ഈ അമ്മയുടെ മാധ്യസ്ഥം തേടുക. എല്ലാ വിശുദ്ധരും നമ്മളോട് പറയുന്നതാ. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ ശാന്തമായി കിടന്നുറങ്ങുന്നത് പോലെ, അമ്മയുടെ മാറിൽ ചേർന്നുറങ്ങുന്നത് പോലെ നീ അമ്മയിലേക്ക്, പരിശുദ്ധ ദൈവമാതാവിലേക്കിൻ്റെ മാധ്യസ്ഥം തേടുക. ഈ ജപമാല നീ കരങ്ങളിലെടുക്കുക. ഈ മഹിമയുടെ രഹസ്യങ്ങൾ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വലിയ പ്രാർത്ഥനയാണ്. നിത്യജീവൻ പ്രാപിക്കാൻ നിന്നെ സഹായിക്കുന്ന ദിവ്യരഹസ്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുക. നിന്റെ ഒരു ആവശ്യവും ഒരു സഹനവും ഈ പരിശുദ്ധ അമ്മയ്ക്ക് നിസ്സാരമല്ല എന്ന് നീ കരുതുക. ഭൗതിക ശരീരത്തിൻ്റെ മുഴുവനും, അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ അമ്മയാകാനുള്ള ഹൃദയം ഈശോ ഈ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ മക്കളും, അതാണ് നമ്മൾ പറഞ്ഞത്, പരിശുദ്ധ അമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക് നീ ഒരു വലിയ സംരക്ഷണമാണ്. ഈ ചെറിയവൻ മുതൽ വലിയവൻ വരെ അവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും സഹനങ്ങളും അവർ സഹിച്ചു വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ ഈ അമ്മ ബദ്ധശ്രദ്ധയാണ്. ഈ അമ്മയ്ക്ക് സാധിക്കും അത്. കാരണം ഈ അമ്മയ്ക്ക് അപ്രകാരം എല്ലാം ഉൾക്കൊള്ളുവാനുള്ളൊരു അമലോത്ഭവ ഹൃദയം ഈശോ നൽകിയിട്ടുണ്ട്. നമുക്ക് അമ്മയിലേക്ക് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട്, ഈ അമ്മയുടെ മാധ്യസ്ഥം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കും വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ അമ്മ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും. സ്വർഗാരൂപതിയായ അമ്മ, സ്വർഗവാസിയായ അമ്മ, സ്വർലോകരാജ്ഞിയായ അമ്മ നമ്മളെ
സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ അമ്മയ്ക്ക് സാധിക്കും. ആ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം. അമ്മയുടെ എല്ലാ സ്നേഹവും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അമ്മ പുത്രനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് നയിക്കട്ടെ. എല്ലാ സഹനങ്ങളിൽ നിന്ന് വലിയ സന്തോഷത്തിലേക്ക് അമ്മ നമ്മളെ കൊണ്ടുപോകട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന ആരാധന. രാജാതിരാജൻ കാലിത്തോഴുത്തിൽ മനുജനായി പിറന്നതിൻ രഹസ്യമെന്തേ? ഭാവിദാസനു പാദേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ ഒന്ന് ധ്യാനിച്ച് കാഴ്ചവെക്കാം. സുകൃത ജപം. സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.